Good morning, all. Yes, morning. എന്താണ് വിഷ് ചെയ്താൽ തിരിച്ചൊന്ന് വിഷ് ചെയ്തൂടെ? ഓക്കെ, എന്താണ് എല്ലാവരും ഉറക്കം നോക്കിയിരിക്കാണോ? മിണ്ടില്ല, നിങ്ങൾ മിണ്ടില്ല എന്ന് ഉറപ്പിച്ചു വന്നിരിക്കാണോ ക്ലാസ്സിൽ? ആരും സംസാരിക്കില്ലേ? ഓക്കെ, കുറെ ഒക്കെ ക്ലാസ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, റിപ്പോർട്ട് സ്പീച്ച് അല്ലെ? റിപ്പോർട്ട് സ്പീച്ച് കുറച്ചൊക്കെ എടുത്തുന്നല്ലേ പറഞ്ഞേ മിസ്? ആണോ? പറയൂ, ആരെങ്കിലും ഒന്ന് പറയൂ. ഒന്നും പറയുന്നില്ല. ഓക്കെ, നമുക്ക് റിപ്പോർട്ട് സ്പീച്ച് എടുക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? എല്ലാരും ക്ലാസ്സിലുണ്ടോ? ആരെങ്കിലും ഉണ്ടോ ക്ലാസ്സില്? ക്ലിയർ ആയില്ല. റിപ്പോർട്ട് സ്പീച്ച് നവ്യ മിസ് എടുത്തിരുന്നു നിങ്ങൾ പറഞ്ഞു. അത് കുറച്ച് എടുത്തുള്ളൂ എന്നാണോ പറഞ്ഞാൽ കുറച്ച് മനസ്സിലായില്ല എന്നാണോ? സ്റ്റാർട്ട് ചെയ്തോന്നേ ഉള്ളൂ, 2-3 സ്റ്റാർട്ട് ചെയ്തു. ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു മിസ്സിന്റെ റിപ്പോർട്ട് സ്പീച്ച് വെച്ചിട്ടാണോ മിസ് പോയത്? ലാസ്റ്റ് ക്ലാസ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. റിപ്പോർട്ട് സ്പീച്ച് ആണ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയും. ഓക്കെ, അതില് ഓരോ ടെൻസിലും ഓരോ രീതിയിലാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോ എന്താണ് ഒരു കാര്യം അവൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് നാളെ പഠിച്ചിട്ട് വരണം കേട്ടോ എന്ന് പറയാണ്. അത് നിങ്ങൾ ഒരു മൂന്നാമതൊരാളുടെ എങ്ങനെയാ പറയാ? ടീച്ചർ പറഞ്ഞു ഞങ്ങളോട് പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു, അങ്ങനെയല്ലേ പറയാ അല്ലെ? ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് നാളെ പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, പ്രസന്റേഷൻ ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ മൂന്നാമതുള്ളവർ പറയും ടീച്ചർ പറഞ്ഞു ഞങ്ങൾക്കവരോട് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു, പ്രസന്റ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചു അല്ലെ? അങ്ങനെയല്ലേ പറയാം? ഇതാണ് റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്നത്. ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സണോട് പറയുന്ന കാര്യം ആ സെക്കൻഡ് പേഴ്സൺ പോയി തേർഡ് പേഴ്സണോട് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമാണ് റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്നത്. റിപ്പോർട്ട് ചെയ്യുന്നതിനാണ് റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓരോ ടെൻസിലും ഓരോ രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യുക. അതായത് ടെൻസ് വൈസ് വരുന്ന വ്യത്യാസങ്ങൾ മാത്രം, ഒരുപാട് ചേഞ്ചസ് ഒന്നും ഇതിൽ വരുന്നില്ല. ഓക്കെ, അപ്പോ ഫസ്റ്റ് സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരു സെന്റൻസ് എങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരും എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, the boy said I want a cycle. സിമ്പിൾ പ്രസന്റിൽ പറയുന്നതാണ് I want a cycle. ഒരു സൈക്കിൾ വേണമെന്ന് ബോയ് പറയാണ്. ഓക്കെ, അപ്പൊ നമ്മളിത് പറഞ്ഞു, അത് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും? The boy said that he want a cycle. അവിടെ സിമ്പിൾ പ്രസന്റില് ഒരു വലിയ ചേഞ്ച് ഒന്നും വരുന്നില്ല, സബ്ജക്ട് ഒന്ന് മാറി. അവന് സൈക്കിള്, എനിക്ക് സൈക്കിൾ വേണമെന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ അവന് സൈക്കിൾ വേണമെന്ന് പറഞ്ഞു എന്നാ നമ്മൾ പറയാം. അപ്പൊ ഐ എന്നുള്ളത് അവിടെ ഹി ആയിട്ട് മാറി, സബ്ജക്ട് മാത്രമേ വ്യത്യാസമുള്ളൂ അവിടെ. സിമ്പിൾ പ്രസന്റ് ടെൻസില് വേറെ ഒന്നിനും ചേഞ്ചസ് വരുന്നില്ല, ഓൺലി സബ്ജക്ട് ചേഞ്ച്, സബ്ജക്ട് മാത്രമേ മാറുള്ളൂ. ഓക്കെ, then present continuous. Present continuously Renu said I'm waiting for Jerry. I'm waiting for Jerry എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് സബ്ജക്ട് മാത്രമാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് ആണോ? I am waiting എന്ന് പറയുന്ന കാര്യം നമ്മൾ ഒരാളോട് പറയാണ്, റീനു പറഞ്ഞു അവള് ജെറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മൾ യൂസ് ചെയ്തത് ഞാനാണോ അവിടെ? റീനു എന്നോട് പറയാൻ ഞാൻ ജെറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് എന്ന് പറയുന്നത്. സെക്കൻഡ് പേഴ്സൺ പോയി തേർഡ് പേഴ്സൺ പറയുമ്പോ റീനു പറഞ്ഞു അവള് ജെറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് എന്ന് പറഞ്ഞു.
അവിടെ എന്താ മാറ്റം വന്നേ? ഐ ആം വെയിറ്റിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ത് വരും? ഷി വാസ് വെയിറ്റിംഗ് ആയിട്ട് വരും അല്ലേ? അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്കും, പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസിലേക്കുമാണ് മാറുന്നത്. അതുകൊണ്ടാണ് റീനു said I am waiting for Jerry എന്ന് പറയുന്ന സ്ഥലത്ത് she was ആയത്. അത് പാസ്റ്റ് കണ്ടിന്യൂസിലേക്കാണ് മാറിയത്. അപ്പോ ടെൻസ് പഠിക്കാം. സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റിലേക്കും, പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസിലേക്കാണ് മാറുന്നത്. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സിമ്പിൾ ആണ്. ഓൾറെഡി നിങ്ങൾ ടെൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പോ ടെൻസ് വെച്ച് ചേഞ്ച് ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് സിമ്പിൾ ആണ്. ഓക്കെ. Then present perfect past perfectലേക്ക് മാറും. Okay, present perfect past perfectലേക്കാണ് മാറുന്നത്. Gidu said to me, I have finished my work. I have finished my work എന്ന് പറയുന്നത് Gidu said to me, said തന്നെ പറയാം, കുഴപ്പമൊന്നുമില്ല. past said ആയാലും പറയാം. That she had finished അതായത് പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറുമ്പോ ഐ ഹാവ് എന്നുള്ളത് ഐ എന്ന് പറയുന്നു എന്ത് ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റിലേക്കും ഹാവ് ഹാഡിലേക്കുമാണ് മാറാം. ഓക്കെ. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക് എന്ന് പറയുമ്പോൾ അത് ഷീ ഹാഡ് ഫിനിഷ്ഡ് ഹർ വർക്ക് എന്നായിട്ട് മാറും. മൈ വർക്ക് എന്താണ്? ഒരു വർക്ക് ആയിട്ട് മാറും. അവൾ അവളുടെ വർക്ക് ഫിനിഷ് ചെയ്തു എന്നല്ലേ നമ്മൾ പറയാ റിപ്പോർട്ട് ചെയ്യുമ്പോ. നെക്സ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസോ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അതായത് പ്രസന്റിലെ എല്ലാ ടെൻസുകളും പാസ്റ്റിലേക്ക് മാറുന്നു. സിമ്പിൾ ആയിട്ട് അങ്ങനെ പഠിക്കാം. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോ present perfect continuous എങ്ങനെയാണ്? She said I have been reading for an hours. For hours അറിയാം. She said that she had been reading for hours. She had been I have എന്ന് പറയുന്നത് she had been ആയി മാറി. ഓക്കെ. അപ്പോ present ടെൻസിലെ റിപ്പോർട്ട് സ്പീച്ച് നിങ്ങൾക്ക് ക്ലിയർ ആണോ? മനസ്സിലായോ? ഇല്ലെങ്കിൽ ചോദിക്കാം. മനസ്സിലായെങ്കിൽ മനസ്സിലായി എന്ന് പറയാം. ക്ലാസ്സില് എന്തെങ്കിലും ചോദിക്കുമ്പോ റെസ്പോണ്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ഓക്കെ. മനസ്സിലായോ എന്ന് ചോദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് അല്ലേ? അത് മനസ്സിലാക്കിപ്പിക്കേണ്ട ഉത്തരവാദിത്വം എന്റെയാണ്. അത് മനസ്സിലായോ ഇല്ലയോ എന്ന് പറയേണ്ട റെസ്പോൺസിബിലിറ്റിയും നിങ്ങളുടെയാണ്. അപ്പൊ ആ ഒരു കുറച്ച് എന്താണ് ആ ഒരു കുറച്ച് മര്യാദയെങ്കിലും എന്നോട് ചെയ്യാം. കാരണം ഇത്രയും നമ്മള് ഏത് ടീച്ചർ ആണെങ്കിൽ പോലും നമ്മൾ പഠിപ്പിക്കുന്നത് എല്ലാം കുറച്ച് കഷ്ടപ്പെട്ട് തന്നെയാണ്. ഓക്കെ. ഏത് ടീച്ചർ ആണെങ്കിലും ഏത് സബ്ജക്ട് ആണെങ്കിലും പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുകയായിരുന്നു. കാരണം ഓരോ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓരോ ക്ലാസ്സിൽ പഠിപ്പിക്കും. കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഈ ക്ലാസ്സിൽ വന്ന് ഞാൻ പഠിപ്പിക്കുന്നത്. കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ കിട്ടുന്ന റെസ്പോൺസ് അല്ല നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കിട്ടാം. ടോട്ടലി ഡിഫറെന്റ് ആണ്. എല്ലാ സ്റ്റുഡൻസിനും ഡിഫറെന്റ് ആണ്. പക്ഷേ എന്തെങ്കിലും ആവട്ടെ, ഡിഫറൻസ് ഒരു വിഷയമല്ല. പക്ഷെ എടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പറയണം, എന്തായാലും പറയണം. അതിലെങ്കിലും മിണ്ടാതിരിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ക്ലാസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ജസ്റ്റ് കുറച്ച് നോട്ട്സ് ഒക്കെ തന്നിട്ടെങ്കിൽ പോയാൽ മതിയില്ലേ? അല്ലേ? ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടോ? നിങ്ങൾ എന്നെ പറയും. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, തെറ്റുണ്ടോ? നിങ്ങൾ എന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരാളൊരു പോർഷൻ കംപ്ലീറ്റ് ചെയ്തു, അത് മനസ്സിലായോ എന്ന് ചോദിച്ചാൽ ആരും വേണ്ടില്ല. ഇല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാമെന്ന് ചോദിച്ചാലും വേണ്ടില്ല. പ്രസന്റ് ചെയ്യാൻ പറഞ്ഞാൽ വേണ്ടില്ല. ഓഫ്ലൈൻ ആണെങ്കിൽ ഓക്കെ, എനിക്ക് ഫേസ് ടു ഫേസ് ചോദിക്കാം. ഇത് ഓൺലൈൻ ആണ്, കുറച്ച് ലിമിറ്റ്സ് ഉണ്ട്. എനിക്ക് കാണുന്നതാകെ പ്രൊഫൈൽ നെയിം ആൻഡ് പ്രൊഫൈൽ പിക്ക് മാത്രമാണ്. വേറെ ഒന്നും എനിക്ക് കാണുന്നില്ല. ക്ലാസ്സിൽ എന്തോ എന്ന് പോലും അറിയില്ല. എന്നിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് അല്ലേ? പറയൂ. ഓക്കെ, ക്ലിയർ? ക്ലിയർ?
പ്രസന്റ് ടെൻസിലെ പ്രിപ്പോർട്ട് സ്പീച്ച് ക്ലിയർ ആണോ അല്ലയോ? ക്ലാസ്സിൽ എത്രയോ പേരുണ്ടോ അത്രയും ടെക്സ്റ്റ് മെസ്സേജ് എനിക്ക് വരണം, നിർബന്ധമാണ്. അന്നേ പറ്റും. ഓക്കെ. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇതുപോലെ ക്ലാസ് മുന്നോട്ട് പോട്ടെ കേട്ടോ. പ്രസന്റ് ടെൻസിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ആക്ടിവിറ്റി തരാം, അതിന് ആൻസർ ചെയ്യാം. ഓക്കെ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്ലാസ് ബോറിംഗ് ആണോ? നിങ്ങൾ എന്താണ്, എനിക്ക് നിങ്ങൾ ഒട്ടും മനസ്സിലാവുന്നില്ല. ക്ലാസ്സിൽ കയറുമ്പോൾ സ്റ്റുഡൻസ് കുറച്ച് ആക്റ്റീവ് ആണെങ്കിൽ നമുക്ക് ചിന്തിക്കാം, ഓക്കെ കേൾക്കുന്നുണ്ട്, ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. നിങ്ങൾ എന്താണ്, നിങ്ങളുടെ അവസ്ഥ എന്താണ്? ബോറിംഗ് ആണോ? അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നിങ്ങൾ ക്ലാസ് എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ജസ്റ്റ് മാത്രം അറിയാൻ വേണ്ടി ഇരിക്കുന്നതാണോ? അതായത് ഏതൊക്കെ പോർഷൻസ്, നോട്ട്സ് മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യം? അങ്ങനെയാണ് ഞാൻ അങ്ങനെ ക്ലാസ് മുന്നോട്ട് പോകാം. വെറുതെ നമ്മൾ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യണ്ട. എന്താണ് നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയൂ. ഞാൻ ആ രീതിയിൽ ക്ലാസ് എടുക്കാം. ആരെങ്കിലും ഒരാൾ സംസാരിക്കൂ. ഒരാൾ. ക്ലാസ് ബോറിംഗ് അല്ല മിസ്സേ, ക്ലാസ് നല്ലതായിട്ട് തന്നെ പോകുന്നുണ്ട്. നോട്ട്സ് വേണം, ഇതുപോലെ തന്നെ ക്ലാസ് പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങളും അതിനനുസരിച്ച് കോപ്പറേറ്റ് ചെയ്യണ്ടേ? വേണം ശരിയല്ലേ? മിസ്, നല്ല സുഖമില്ലാതാണ് ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കുള്ളൂ. ഞാനിങ്ങനെ ഇരുന്ന് ക്ലാസ് എടുക്കുന്നു, നിങ്ങളൊന്നും മിണ്ടത്തില്ല, ചോദിച്ചാൽ പോലും മിണ്ടത്തില്ലെങ്കിൽ ഭയങ്കര, എന്റെ അവസ്ഥ ഭയങ്കര എനിക്ക് കുറച്ച് ക്ലാസ് എടുക്കുന്നോണ്ട് പറയുന്നതാണ്. അപ്പൊ ചില ക്ലാസ്സിൽ കയറാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിപ്പോകും, കാരണം അവിടുത്തെ സ്റ്റുഡൻസ് നല്ലതായിരിക്കും. നമുക്ക് ക്ലാസ്സിൽ ഒരിക്കലും ബോറടിക്കില്ല. ആദ്യമൊക്കെ കുറച്ച് നിങ്ങൾ നല്ലതായിരുന്നു കേട്ടോ, ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കുന്നതാണ്, കുഴപ്പമില്ലാതെ നമുക്ക് ക്ലാസ്സിലൊക്കെ നന്നായിട്ട് ആക്റ്റീവ് ആകുന്നുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ നിങ്ങൾ ഇപ്പോ കുറച്ച് നേരം സംസാരിക്കുന്നേയില്ല. ജസ്റ്റ് ക്ലാസ് എടുത്ത് പൊക്കോ എന്നുള്ള മൈൻഡാണ്. ഓക്കെ, നിങ്ങള് ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് നോട്ട്ബുക്കിൽ എഴുതി നിൽക്കുക. അത് അവരുടെ സ്പീച്ച് ആണ്, അതിലേക്ക് മാറ്റാം. Okay, I like ice cream and I am living in Paris. Okay, then ഇതില് he said എന്ന് കേട്ടോ. He said എല്ലാവരും he said പറഞ്ഞാൽ മതി. സബ്ജക്ട് he ആണ്. He said I like ice cream. He said I am living in Paris. അങ്ങനെ പറയാം. Okay. ഓക്കെ, ഈ 4 ടെൻസും റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റാം. ഓക്കെ, അത് 4 ഒരുമിച്ച് ടെക്സ്റ്റ് ചെയ്തിട്ട് എനിക്ക് സെൻഡ് ചെയ്യാം കേട്ടോ. എല്ലാവരും പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ അടുത്ത പോർഷനിലേക്ക് പോവുള്ളൂ.
കഴിഞ്ഞവര് ടെക്സ്റ്റ് ചെയ്യാട്ടോ. 4 ഒരുമിച്ച് ടൈപ്പ് ചെയ്തിട്ട് എനിക്ക് ടെക്സ്റ്റ് ചെയ്യാം. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ അതിനുശേഷം ഞാൻ അടുത്ത ടെക്സ്റ്റിലേക്ക് പോകുള്ളൂ. Okay, കഴിഞ്ഞോ? The boy said that he liked ice cream. Yeah. He said, so he was in Paris. He had seen many been going to Delhi. Yes, correct. He had so അല്ല seen അല്ലേ? തേർഡ് ഫോം അല്ലേ യൂസ് ചെയ്യണ്ടേ? സീൻ ആണ്. സി നിങ്ങൾക്ക് V1 V2 V3 ഫോം ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് നോട്ട്സ് തരാം. എഴുതിയെടുക്കേണ്ടി വരും. ഓക്കെ, he had been going to Delhi. He had seen Mary. He was living in Paris. ഡൗട്ട് ഉണ്ട്, ഞാൻ കുറച്ച് നോട്ട്സ് ചെയ്യാൻ തരാം കേട്ടോ.
ഓക്കെ, അത് നോട്ട്സിൽ എഴുതിയിരുത്താൻ മതി. ഇത് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? മനസ്സിലായോ? കുറച്ചു പേരും കൂടെ ടെക്സ്റ്റ് ചെയ്യാനുണ്ട്, അയക്കാനുണ്ട്. ഓക്കെ, ഷെയർ ചെയ്യുന്നില്ല. ഡിസ്പ്ലേ ഒക്കെ തെറ്റാണല്ലോ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. കറക്റ്റ് ആൻസർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കാം. ലൈക്ക്ഡ് ആണേ. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ലൈക്ക്ഡ് ആണ്. Simple present, I like ice cream. I liked ice cream. Okay, he liked ice cream. He said that he liked ice cream. Then I am living in Paris. He said that he was living in Paris. Then next he had seen. I have seen Mary. He said he had seen Mary. Okay. Then he said, I have been going to Delhi. He had been going to Delhi. The boy, he boy, boy, the boy said that he had been going to Delhi. The boy. Okay. Boy, boy, then the boy said that subject that decision boy male he using. Okay. Okay. Yeah. Clear analla? Next. Adutha. Adutha tense. Past. Simple past tense like a. Okay. Noka. Simple past. Simple past. Past perfectly kamara. Present polealla. Past different. Okay. Simple past. Past perfectly kamara. No. Raju said, I eat an apple and eat. So the eat another past. Other past perfectly kamara. Raju said that he had eaten an apple and Raju said that he had eaten an apple. Past perfectly kamara. അതുപോലെ തന്നെ past continuous past perfect continuousലേക്കാണ് മാറുന്നത്. Okay. Then past perfectന് ചേഞ്ചസ് ഒന്നുമില്ല. അതുപോലെ തന്നെയാണ് past perfect continuousനും ചേഞ്ച് ഒന്നുമില്ല. Okay. പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും അവിടെ വരില്ല. അവിടെ സബ്ജക്ട് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. Clear? Okay. Tense വെച്ച് നോക്കിയാൽ മാത്രം മതി. Simple past, past perfect ലേക്ക്, past continuous, past perfect continuous ലേക്ക് മാറും. Past perfect ന് ചേഞ്ച് ഇല്ല. Ramu said, I had seen him. കണ്ടോ? അതിന്റെ ഇവിടെയാണ് വന്നിരിക്കുന്നത്. No change എന്ന് പറഞ്ഞ് ഇവിടെയാണ് വന്നിരിക്കുന്നത്. Ramu said that he had seen him. I had seen him എന്ന് പറയുമ്പോൾ I എന്ന് he ആയിട്ട് മാറി. എത്രയേ ഉള്ളൂ വ്യത്യാസം. അതുപോലെയാണ് അതിന് past perfect continuous. Amal said, I had been watching a film. എന്ന് പറയുമ്പോൾ Amal said that he had. I എന്നുള്ളത് he ആയിട്ട് മാറി. ഇത്രയും വ്യത്യാസം past perfect continuousലും past perfectലും വരുന്നത്. ക്ലിയർ അല്ലേ? കുറച്ച് ഇതുപോലെ തന്നെ ആക്ടിവിറ്റി നമുക്ക് ചെയ്യാം. ക്ലിയർ ആയിക്കോളും. Okay. ഏതെടുത്തോളൂ കേട്ടോ.
She said, I wrote a story. Okay, 4 എണ്ണം ചേഞ്ച് ചെയ്യാം. She said, I wrote a story. She said, I was playing guitar. She said, I had seen him. She said, I had been reading a novel. ഈ 4 ടെൻസിനെയും റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റാം. Okay. Yeah. ഇത് 4 ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. കറക്റ്റ് ആൻസർ ടെക്സ്റ്റ് ചെയ്യാം. എല്ലാവരും ചെയ്യാം. പെട്ടെന്ന് ചെയ്താൽ നമുക്ക് ഇന്നത്തോടു കൂടി റിപ്പോർട്ട് സ്പീച്ച് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. സിമ്പിൾ ആണ്. ടെൻസ് അറിഞ്ഞാല് പാസീവ് വോയിസ് ആണെങ്കിലും റിപ്പോർട്ട് സ്പീച്ച് ആണെങ്കിലും സിമ്പിൾ ആണ് നമുക്ക് പഠിക്കാൻ. ഏകദേശം നിങ്ങൾക്ക് ടെൻസ് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. ടെൻസ് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. സിമ്പിൾ ആണ് അല്ലെ? അപ്പോ ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. ടെക്സ്റ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ കുറച്ചുകൂടി അതുപോലെ എക്സസൈസ് ചെയ്യാൻ കൊണ്ടുവരാം. അതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാല് കംപ്ലീറ്റ് ആയി നമ്മുടെ റിപ്പോർട്ട് സ്പീച്ച് കംപ്ലീറ്റ് ആയി. ഓക്കെ.
ആൻസർ ടെക്സ്റ്റ് ചെയ്യാട്ടോ എല്ലാവരും. കുറച്ച് പേര് ടെക്സ്റ്റ് ചെയ്യുന്നുള്ളൂല്ലോ, ബാക്കി ആരൊന്നും വിട്ടാത്തേ. ഞാൻ ക്യാമറ ഓഫ് ചെയ്യുന്നതാണോ? ക്യാമറ ഓഫ് ചെയ്യുന്നത് ഭയങ്കര കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ വരുന്നത് കൊണ്ടാണ് ക്യാമറ ഓഫ് ചെയ്യുന്നത്. അത് മാത്രമല്ല കുറച്ച് ചുമയും കാര്യങ്ങളുണ്ട്, അത് കൂടിയാണ്. ഓക്കെ, അല്ലാതെ ഞാൻ ക്ലാസ്സിൽ ഇവിടെ തന്നെയുണ്ട്, എങ്ങോട്ടും പോയിട്ടില്ല. ഓക്കെ, രണ്ടുപേര് മാത്രം. രേഖ കംപ്ലീറ്റ് ചെയ്തേക. ഇതാണ് ആൻസർ കേട്ടോ. She said, first one, she said, I had, she said, I wrote a story എന്ന് പറയുന്നത് എന്തുവരും? She said that she had written a story. Then she said I was playing cricket. എന്തുവരും? She said that she had been playing cricket. Next, she said I had seen him. She said that she had seen him. She said she had been reading. Sorry, I had been reading a novel. She had been reading a novel. Okay, simple ആണ്. Okay, next. അടുത്ത ടെൻസ് നമ്മൾ നോക്കാം. ഇവിടെ കഴിഞ്ഞു. Simple future. Simple future. She said I will live in Delhi എന്ന് പറയുന്നത് ഈ will എങ്ങാനും good ആയിട്ട് മാറും. ഇത്രയും മനസ്സിലാക്കാം. will എല്ലാം good ആയിട്ട് മാറും. സബ്ജക്റ്റ് എങ്ങാനും മെയിൽ ആണെങ്കിൽ he, ഫീമെയിൽ ആണെങ്കിൽ she ലേക്ക് മാറും. She said I will live in Delhi എന്നുള്ളത് she said that she would live in Delhi അങ്ങനെ വരും. അതായത് ഫ്യൂച്ചറിൽ തന്നെ സിമ്പിൾ പാസ്റ്റിലേക്കും ഫ്യൂച്ചറിൽ തന്നെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് പാസ്റ്റിലേക്ക് മാറും. അതായത് will എന്ന് പറയുന്ന പ്രസന്റ് will ഫ്യൂച്ചർ ആണെങ്കിൽ would willന്റെ പാസ്റ്റ് ആണ്. ഇത്രയുള്ള വ്യത്യാസം. അപ്പോ I said to him, അല്ലെങ്കിൽ അവിടെ വേണം she said to him എന്നുള്ളത് I will be waiting for him. അപ്പൊ എന്ത് വരും? I would be waiting for him എന്ന് വരും. അതിൽ I will have finished എന്ന് പറയുന്നത് he would have finished. She said I will have been living. She would have been living. ഇങ്ങനെ വരും. will ഉള്ളടത്ത് would ആയിട്ട് മാറും. പിന്നെ സബ്ജക്ട് സെയിം. അത്രയേ ഉള്ളൂ. ഓക്കെ,
അതുകൊണ്ട് നമുക്ക് ചെയ്യാം. ക്ലിയർ ആവും. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവരും ഇത് ടെക്സ്റ്റ് ചെയ്യുന്നില്ല, ടെക്സ്റ്റ് ചെയ്യാത്തവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ചോദിച്ചാൽ മാത്രമേ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റൂ. എഴുതിക്കൊള്ളട്ടോ. He said, I will read the book. ഓക്കെ, ഇങ്ങനെ 4 ഉണ്ട്, ചെയ്യാം.
ഓക്കെ, എഴുതി കഴിഞ്ഞോ? നെക്സ്റ്റ് ചെയ്ത് പോയിട്ടോ, കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ വന്നതുകൊണ്ട് കോഡ് കട്ട് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് എനിക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, പറയാവോ, ഒന്ന് വായിക്കാവോ ആരെങ്കിലും? ഫസ്റ്റ് വൺ ക്യാൻസർ പറയും. പറയാവോ എന്തായിരുന്നു? He said he will read the book. അതാണോ? read a book ആണോ? read the book ആണോ? അതെ. അപ്പോ he said he would read the book എന്ന് വരും. നെക്സ്റ്റ് സെക്കൻഡ്, she said I will writing the project. Yeah, she said she would writing the project in the video. Next, he said I will have finished the work. He said he would have finished the book. Next, she said I will have been drawing the picture. Yeah. She said that she would have been drawing the picture. അതായത് ബില്ല് ഗുഡ് ആയിട്ട് മാറും. പിന്നെ ഐ എന്നുള്ളത് സബ്ജക്റ്റ് ആയിട്ട് വരും. ഷീ ആണെങ്കിൽ ഷീ, ഹി ആണെങ്കിൽ ഹി, ഇത്രയും വരും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോ പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണോ? മിസ് വിൽ ഹാവ് എന്ന് പറയുന്നത് വുഡ് ഹാവ് ആണോ? അതെ, വുഡ് ഹാവ് വരും. ഹാഡ് വരില്ല അല്ലേ? മിസ് രണ്ടാമത്തെ പറയാമോ? വുഡിനും ബില്ലിനും ശേഷം ഒരിക്കലും ഹാഡോ ഹാവോ വരില്ല കേട്ടോ. മിസ് രണ്ടാമത്തെ ഒന്ന് പറയാമോ? She said he will be writing the project. Yeah, she said he would be writing the project. Would be അല്ലേ? ഓക്കെ ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയേ ഉള്ളൂ റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഞാൻ സ്ക്രീനിലോ ടെക്സ്റ്റ് ചെയ്തോ കുറച്ചുകൂടെ എല്ലാ ടെൻസും കൂടെ കവർ ചെയ്തിട്ട് നമുക്കൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ചെയ്യാം. അതോടുകൂടി നമുക്ക് റിപ്പോർട്ട് സ്പീച്ച് കംപ്ലീറ്റ് ആകും. അതുപോലെ തന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ വേർബിന്റെ തേർഡ് ഫോം അല്ലെ V1, V2, V3 ഫോം കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത ക്ലാസ്സിലെങ്കിലും വരുമ്പോൾ നന്നായിട്ട് ആക്റ്റീവ് ആയിട്ട് വരാം കേട്ടോ എല്ലാവരും. ഓക്കെ, ഒരു ടോപ്പിക് തന്നെ പ്രസന്റ് ചെയ്യോ നിങ്ങള്? നോക്കാമെന്നോ? ചെയ്യാം. ഒരു ടീച്ചറുടെ കാര്യം നോക്കാമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കുകയും വേണം, വന്നവിട്ട് സംസാരിക്കാൻ തയ്യാറുമല്ല. എന്താണ്? ഓക്കെ, എന്താണ് ടോപ്പിക്? എന്ത് വേണം? സോഷ്യൽ മീഡിയ ടോപ്പിക് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നോ? ലാസ്റ്റ് ക്ലാസ്സിൽ അതാണ് തന്നത്. യെസ്. ഇനി പാരന്റിങ് പറയൂ. പാരന്റിങ്. ഓക്കെ, ടോപ്പിക് അബൌട്ട് പാരന്റിങ്. നമുക്ക് എങ്ങനെ നന്നായിട്ട് പാരന്റിങ് ചെയ്യാം, അതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് നമുക്ക് ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പാടില്ല. ഓക്കെ, നിങ്ങൾ പറയുമ്പോ കുറച്ചായിട്ട് പറയരുത്. അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ ഉള്ളിൽ നിന്ന് വരുന്നത് നോട്ട്ബുക്കിൽ എഴുതിയിട്ട് അതൊന്ന് പ്രസന്റ് ചെയ്യാം. ഓക്കെ ആണോ? നിങ്ങൾ ചെയ്യൂ. എന്താണ് ചെയ്യൂ? മസ്റ്റായിട്ടും പറയുന്ന കാര്യമാണ്, ചെയ്യണം. റെഡി അല്ലേ? നിങ്ങൾ എല്ലാവരും പാരന്റ് ആണല്ലോ, പറയാൻ എളുപ്പമല്ലേ? ഓക്കെ, സൈലന്റ് ആണ്. ചെയ്യൂലേ? ആരൊക്കെ റെഡിയാണ്? ആരൊക്കെ അടുത്ത ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യും എന്നോട് ടെക്സ്റ്റ് ചെയ്തേ. റെഡി ആയവരെന്ന് പറഞ്ഞു. സ്മിത, രേഖ, ഹാരൺ, വേറെ ആരുമില്ല? വേറെ ആരുമില്ല? ഓക്കെ, ആരുമില്ലല്ലോ. ഓക്കെ, നിങ്ങൾ ഇതുപോലെ മിണ്ടാതിരിക്കുന്നത് സമ്മതിക്കണം കേട്ടോ. ക്ലാസ്സില് ഒരാളെ ചോദിക്കും തോറും നിങ്ങൾ മിണ്ടാതിരിക്കുന്നില്ലേ? അടിപൊളിയാണ്. Okay, so thank you so much. See you on the next class. ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാം, പ്രസന്റ് ചെയ്യാം. വേർബിന്റെ തേർഡ് ഫോംസ് or 3 forms എഴുതാം. Okay, so thank you so much. Let's find a place class. Okay, bye. Okay, thank you.